ഗുഡ് ഈവനിങ്. ബുക്ക് എടുത്തിട്ട് ഒന്ന് ഫോർമുല എഴുതിക്കേ, ബാക്കി എല്ലാവരും ഒന്ന് ജോയിൻ ആവുന്നവരെ. നൈറ, മൽസ, ഇതെന്താ ക്യാമറ ഓൺ ചെയ്യാത്തെ? മിസ് നേര നിസ്കരിക്കണ ഇപ്പൊ വരൂട്ടാ. ആ, ഓക്കെ. അത് ആള് മിസ്സേ അവള് ഓണാക്കി വെച്ചിട്ട് ആ പോയതാ. ആ മഴ ഒന്ന് ലെഫ്റ്റ് ഔട്ട് ഒരു 7:25 ആകുമ്പോ മോളെ ബർത്ത്ഡേ ആണെന്ന്. ഓ, അപ്പൊ ഒന്ന് അത് ശരി. പുറത്ത് പോണം. ആ ആ, കേട്ടോ. ആയിക്കോട്ടെ. ആ ശരി. ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് മിണ്ടാതിരിക്കുവാ, ഞങ്ങൾക്ക് കേക്ക് തരണ്ടിരുന്ന് ചോദിച്ചിട്ട്. താങ്ക് യു മാഡം. ആ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. മാ മിസ് ഇങ്ങോട്ട് വന്നാ തരാം. ഞാൻ കേക്ക് കഴിക്കാൻ അവിടെ വരെ വന്നെങ്കിലും ഏഹ് ഞാൻ കഴിച്ചതായിട്ട് ഞാൻ വിചാരിച്ചാ മതി. ആ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഗുഡ് ഈവനിങ് മിസ്സേ. ഗുഡ് ഈവനിങ്. മിസ്സേ ഇന്ന് ബി ബുക്ക് കട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞായിരുന്നേ? ഇന്നല്ലല്ലോ, നാളെ അല്ലടാ പറഞ്ഞേ, ബുധനാഴ്ചയല്ലേ ബുക്ക് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ഓക്കെ. അത് പണ്ട് തിങ്കൾ കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നല്ലോ ക്ലാസ്. ആ ഓർമ്മയിലായിരിക്കും അല്ലേ? അതെ അതെ. ആ, ഇപ്പൊ ചെറുതായിട്ട് മാറിയില്ലേ ഫസ്റ്റ് 3 ഡേയ്സ് ആയിട്ട്. ദിലാജ്, എന്താണ്? യെസ് മിസ്. ഫോർമുല എഴുതിക്കേടന്ന്. ഇന്നലെ എഴുതിയില്ലല്ലോ, ഒന്ന് വേഗം എഴുതും. പെട്ടെന്ന് എഴുതണേ ഫോർമുല, കൂടുതൽ സമയം എടുക്കരുത്. മിസ്സേ ഞാൻ ഇന്നലെ ബിഗ് ഫ്രൈന്റെ പ്ലസ് വരെ എഴുതിയിട്ടുള്ളൂ. അതിന്റെ ബാക്കി എഴുതണതോ? ആ, ബാക്കി എഴുതിക്കോ. നീ ഇന്നലെ ഇടയ്ക്ക് ഇവിടെ വെച്ച് പോയല്ലോ. അല്ല, ഇന്നലെ നമ്മൾ ഫോർമുല എഴുതിയായിരുന്നില്ല നിങ്ങളുടെ ബാച്ചില്? കുഴപ്പമില്ല, ഒന്നും കൂടെ എഴുതിക്കോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. സൈനബെ, ഫോർമുലയാണ് എഴുതിക്കുന്നത്.
വേഗം എഴുതണേടാ, പെട്ടെന്ന് പെട്ടെന്ന്. ഫോർമുലയൊന്നും എഴുതാൻ അത്രയും സമയം എടുക്കേ പാടില്ല. കഴിഞ്ഞോ? ഫിനിഷ് മാം. ഓക്കെ. റഫ് ബുക്ക് തന്നെ 10 വരെ നമ്പർ ഇട്ട് വെച്ച വേഗം. നൈറ കിടന്നു പോയത്? നൈറ എഴുതി 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 എഴുതി. ലൈല കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയോട്ടത് എടുക്കണം. ഫോർമുല എഴുതി കഴിഞ്ഞാൽ റഫ് ബുക്ക് എടുത്തിട്ട് 10 വരെ വേഗത്തിൽ നോക്കുക കേട്ടോ. സമയം കളയാതെ നമ്പർ ഇടാനൊന്നും 5 മിനിറ്റ് 10 മിനിറ്റ് തരില്ല കേട്ടോ. മാം ഫിനിഷ്. മിഥിലാജ, ഇനി കഴിഞ്ഞില്ലേ? പകുതിയിൽ നിന്ന് അങ്ങോട്ടല്ലേ എഴുതുന്നേ? ഇത്രയും സമയം വേണം നമുക്ക്. ഫോർമുല മനസ്സിലായി. വേഗം എഴുത്. സ്പീഡാണ് നമ്മള് എന്താ പറയാ അക്വയർ ചെയ്യേണ്ട ഒരു കാര്യം. അതിലേക്ക് ഇപ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ. തുഴഞ്ഞു തുഴഞ്ഞ് കളിക്കല്ലേ. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പോണം. 8th ലെവൽ കഴിയുമ്പോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? വെറുതെ കുറെ ബുക്ക് മാത്രം ചെയ്ത് പോയാൽ മതിയോ? പെട്ടെന്ന്. മിസ് 10 വരെ നമ്പർ ഇട്ടോ. വിത്തൗട്ട് അബാക്കസിന്റെ ഡിക്റ്റേഷൻ ആണ്. ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ്. റെഡി? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളെ. ആഡ് 15, ആഡ് 92, ആഡ് 52, add 45, minus 21. മത്സ ആ പരിപാടി നടക്കൂല കേട്ടോ. മത്സ നിർത്തിക്കാളത്. വിത്തൗട്ട് അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ആയിട്ട് ചെയ്യുക. ഞാൻ കണ്ടു അവിടെ എഴുതുന്നത്, ഓരോ ആൻസേഴ്സ് ആയിട്ട് എഴുതുന്നത് കണ്ടു. അതിന്റെ ആവശ്യമില്ല. നമ്മള് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുക. ലാസ്റ്റ് എത്ര ആൻസർ കിട്ടിയോ അത് മാത്രം നമ്മുടെ ബുക്കിൽ എഴുതുക കേട്ടോ. അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഒരാൾ പോലും എഴുതി വെക്കാൻ പാടില്ല കേട്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് 51, minus 23, add 82, minus 35, add 94. Third question, 43, add 31, add 24,
minus 11, add 76. Next, 65 minus 23, add 60, minus 15, $19. Okay, finish. Next, fifth question ആണ്. Add 13, add 76, minus 21, minus 19, add 30. Next, sixth question ആണ്. 38, add 41, minus 67. ഇതിലാജെ ക്യാമറ നേരെയാക്കി വെച്ചോ. Add 75, add 38. 6 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ. നോക്കട്ടെ ഇതിൽ എല്ലാരും എങ്ങനെ ചെയ്തു നോക്കട്ടെ, എന്നിട്ട് ബാക്കി തരാം. ഇപ്പം 6 ക്വസ്റ്റ്യൻസ് അല്ലേ ആയിട്ടുള്ളേ. മർസ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ 182 റോങ് ആണ്. നൈറ ഫസ്റ്റ് ആൻസർ എന്താ? 183. ആ കറക്റ്റ്, 183 ഫസ്റ്റ് ആൻസർ. പിന്നെ 169. കറക്റ്റ്, 169. അടുത്ത 2 ക്വസ്റ്റ്യൻ ആൻസർ മിഥിലാജ് പറയാം. അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫോർത്തിന്റെ ഫോർത്തോ 240. അല്ലടാ. സൈനബ് ഈ നെയിം റീനെയിം ചെയ്യണേ. സൈനബിന്റെ ആൻസേഴ്സ് പറ. 3 and 4 ആൻസർ പറ. Third question 154. നോ, തേർഡ് ക്വസ്റ്റ്യൻ 163. Oh, okay. Fourth question Fourth one 105. നോ, 106 നിയറസ്റ്റ് നമ്പറിലാണ്. Then fifth one 79. Last one 125. പക്ഷേ ഒരു നമ്പർ പിന്നെയും പോയി. ചുമ്മാ അവിടെ ഓരോ പരിപാടിയായിട്ടോ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഇടും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും ഇവിടെ കാണാം അല്ലേ. നിങ്ങൾ തന്നെ റെക്കോർഡ് കുറച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നോക്കും ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോന്ന്. അപ്പൊ മനസ്സിലാവും ഇതെല്ലാരും കാണുന്നുണ്ട്. 8th ലെവലെത്തി. അപ്പൊ ആ സീരിയസ്നെസ്സിൽ ഇരുന്ന് വർക്ക് ചെയ്യുക. എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മിസ്റ്റേക്കും ചെയ്യരുത്. ഇപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ ഒരു മാസമായിട്ട് ക്ലാസ് ഇല്ലാതെ ജോയിൻ ചെയ്തതാണ് അല്ലേ. 1 month ഗ്യാപ്പ് വന്നു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമുക്ക് 2 ഡിജിറ്റ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെന്ന് അറിയണിക്കാണ് ഞാൻ 2 ഡിജിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടായി. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പക്ഷെ കറക്റ്റായിട്ട് നമ്മളെ പറ്റിക്കാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് മാത്രം ചെയ്യാം. അവിടെ കറക്റ്റ് ചെയ്യാനോ ആൻസേഴ്സ് എഴുതി വെക്കാനോ ഒന്നും നിൽക്കരുത്. ഓക്കെ, ഓരോ ആൾക്കാരും മാർക്ക് പറയാം. സൈനബ് 2, മിഥിലാജ് കേട്ടില്ല. 1. മസ, 0. നൈറ 6. 6. എല്ലാം കറക്റ്റാ? അല്ല. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുത്തേ.
ഇനി നമുക്ക് വേറൊരു സെറ്റും കൂടെ ചെയ്ത് നോക്കാം. ഇനി എല്ലാ ദിവസവും ഞാനൊരു 10 മിനിറ്റ് ഡിക്റ്റേഷൻ ഇടും കേട്ടോ. പഴയതുപോലെ ആയി വരുന്നല്ലോ എല്ലാരും. കേട്ടില്ല? 7ാമത്തെ അല്ലടാ, 1 മുതൽ ഇട. നിന്റെ പ്രശ്നം എന്താ അറിയോ? നീ മൈക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പേ സംസാരിച്ചു തുടങ്ങും. നീ പറയണതിന് മുമ്പേ നീ മൈക്ക് ഓഫ് ചെയ്യും. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നീ എന്താ പറയണമെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. മൈക്ക് ഓൺ ചെയ്ത് വെച്ച ശേഷം നിനക്ക് പറയാനുള്ള കാര്യം പറഞ്ഞതിന് ശേഷം മാത്രം മൈക്ക് ഓഫ് ചെയ്യാം. അല്ലെ നീ മാത്രമേ കേൾക്കുള്ളൂ, ഞങ്ങളാരും കേൾക്കൂല. നെക്സ്റ്റ് 1 to 5 വരെ നമ്പർ ഇട്ടെ പെട്ടെന്ന്. 1 to 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് 6 മതി. ഒരു 5 വരെ നമ്പർ ഇടാൻ ഇത്രയും സമയം മതി. നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ഡിസൈൻ ആയിട്ടൊന്നും നമ്പർ ഇടണം, പെട്ടെന്ന് നമ്പർ ഇടുക. ഫസ്റ്റ് നമ്പർ ആഡ് 6, ആഡ് 5, -5, add 23, add 61. Finish. Okay. Second question. Add 49, -34, add 6, add 24, -2. Third question. Add 12, add 4, add 59, -46, add 37. Finish. Then fourth question. Add 8, add 61, -5, add 8, -9. Okay, then last question. Add 6, add 3, -4, add 3, add 13. Okay, answers പറ മിഥിലാജെ. 20 Sorry, 23. first answer ഓ? No, അല്ല. സെക്കൻഡ് 25. അല്ല. തേർഡ് 121. അല്ല. ഫോർത്ത് 63. കറക്റ്റ്. ഫിഫ്ത്ത് 21. ഓക്കെ കറക്റ്റ്. മസ Yes, ma'am. ആൻസേഴ്സ് പറ. First one 45. റോങ്. രണ്ടാമത്തെ രണ്ടെണ്ണം കേട്ടില്ല. ചെക്ക് ആയിക്കണോ? ഓക്കെ. സൈനബ് 80, നോ. 40, നോ. 75, നോ. ഫോർത്ത് ഫിഫ്ത്ത് ഓൾറെഡി ചെക്ക് ഇടാണല്ലോ. നൈറ 90, ഓക്കെ 43, ഓക്കെ 59. നോ. 66. ഇനി ഒരെണ്ണം കൂടെ തരാം. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. അതെങ്ങാനും തെറ്റിച്ച് ഞാൻ രാജിവെച്ച് പോകും. 5 വരെ ഉള്ളൂ കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ആണ്. റെഡി? ആഡ് 1, add 3, add 7, -3, add 5. ആൻസർ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. add 9, add 1, -2, add 8, -6. Third question. Add 4, add 7, -7, add 8, add 3.
ഒരു സെക്കൻഡ് ഇടാ. ഓക്കെ, ഇപ്പൊ തേർഡ് ക്വസ്റ്റൻ ഇടാ കഴിഞ്ഞ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആഡ് 8 -8 ആഡ് 6 again ആഡ് 6 -7. ഇതെന്തിനാ താഴെ നോക്കുന്ന മിഥിലജെ? വിത്തൗട്ട് ആകുമ്പോ ഇങ്ങനെ ഇരുന്ന് ചെയ്താ പോരെ? ആ, എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ താഴോട്ട് നോക്കിട്ടല്ലോ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ഇനി. ആൻസർ എഴുതിയില്ലേ? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആഡ് 5 again ആഡ് 5 -5 ആഡ് 4 ആഡ് 5. ഓക്കെ, കിട്ടിയോ? ആൻസേഴ്സ് നോക്കാം. ആരാ പറയുന്നേ? ഞാൻ പറയൂ സർ. ആ, പറ. ഫസ്റ്റ് 13, യെസ്, കറക്റ്റ്. 10, ആ 15, ആ 5, ആ 14. ആ കഴിഞ്ഞു. കറക്റ്റ്. എല്ലാവർക്കും ഫുൾ മാർക്ക് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. തെറ്റിയവരുണ്ടെങ്കിൽ 2 കൈ പൊക്കിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്ത് പോകണം. ഇപ്പൊ എല്ലാ ദിവസങ്ങളും ഒരു 10 മിനിറ്റ്, ഇന്നിപ്പോ ഞാൻ കുറച്ച് കൂടുതൽ സമയത്ത്, പക്ഷെ ഇനി എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും ഡിക്റ്റേഷൻസ് ഉണ്ടാവും. മെസ്സേജ് പോവാറായോ? അതെ മാഡം, ഞാൻ ലീവ് ആവാണേ. ഓക്കെ, യെസ്. അപ്പൊ ബാക്കി എല്ലാവരും 8ന്റെ എ ബുക്ക് അങ്ങോട്ട് എടുക്കും. ഇന്നലെ നമ്മള് ഏത് പേജ് ആയിരുന്നു? 11th കഴിഞ്ഞില്ലേ? 12th കഴിഞ്ഞു, 13th 12th കഴിഞ്ഞു. ഇന്ന് 13th ആക്കേണ്ടേ. അപ്പൊ 12th ഞാൻ ടൈമർ വെക്കുക, എന്നിട്ട് 11th 12th 13th കൂടെ നമുക്ക് ചെക്ക് ചെയ്യണേ. ഓക്കെ, എല്ലാരും ബുക്ക് എടുത്തോ? മാം 13 അല്ലേ? ആ, 13. 10 മിനിറ്റ് മിസ്, എന്റെ പെൻസിലിന്റെ നിപ്പ് ചെറുതായിട്ടൊന്ന് പോയി. വേഗം വേഗം. ആകെപ്പാടെ അറ്റക്കുറിക്ക് 1 മണിക്കൂറാണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ 10,000 കാര്യത്തിൽ എഴുന്നേറ്റ് പോകരുത് കേട്ടോ. ദിവസം ലീവായില്ല. അല്ല, നേരെയല്ലേ? ഓക്കെ, സ്റ്റാർട്ട്.
Ma'am, finish. ഓക്കെ, ടൈം 15 മിനിറ്റ് 51 സെക്കൻഡ്. Miss, finish. ഓക്കെ, ടൈം 17 മിനിറ്റ് 44 സെക്കൻഡ്. Miss എന്റെ 12 കുറച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. വേഗം ചെയ്യാം. എന്താ നീ ഇന്നലെ ചെയ്യാതിരുന്നേ? ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ? ആ എന്നിട്ടാ ഉം, ഒക്കെ ഓ റെഡിയാണ്. ചെയ്തു വരുമ്പോ ഒന്നുമില്ല. കിട്ടണ്ടാത്ത കുഴപ്പമുണ്ട്. ഫിനിഷാ? 18 മിനിറ്റ് 25 സെക്കൻഡ്. യെസ്, ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. നീ ചെയ്തത് വരെ ചെക്ക് ചെയ്യട്ടോ. 7.6, 9.3, 16.7, 6.4, 15.8, 6.3, 6.2, 8.7. Next, 3631,842. മൊബൈൽ നമ്പർ പോലെയാണ് ആൻസർ കിടക്കുന്നത്. അതുകൊണ്ട് ഓരോ നമ്പറും ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് പോകട്ടോ. 12th പേജ് ആണ്. 12th എന്തോ പേജ്. 12th പേജ്. ഞാനും വിചാരിച്ചു എങ്ങനെ തെറ്റിയോ. 13th പേജ് നോക്കുന്നേ. യെസ്. അപ്പോ ഡെസിമൽസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ തെറ്റിയില്ലേ? ഡെസിമൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തരാം, വേഗം നോക്കണേ. 7.6, 9.3, 16.7, 6.4, 15.8, 6.3, 6.2, 8.7. 12th പേജ് ആണേ. ഇനി ബിയിലെ ഫസ്റ്റ് ആൻസർ 3631,842, 880648, 1962,155, 2356,208, 1104,558, 488,012. ഓക്കെ, നെക്സ്റ്റ് സി ആണ്. 2597,292, 3023,932, 4676,298, 1798,312,
2047998 2721402. ലാസ്റ്റ് ആൻസർ ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റ് ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് 13th പേജ് ആണ്. 7.6 അല്ല മിസ് 12th പേജ് ഒറ്റ ഡെസിമലും ശരിയല്ല. 12th പേജ് എനിക്കും അതെ മിസ് 12th പേജ് ഒന്നും ശരിയല്ല. നിങ്ങൾ എല്ലാരും തെറ്റിട്ടോ? അല്ലാതെ തെറ്റാ. ഞാൻ വായിച്ച് മാറിപ്പോയോ? അതാ 13th ആൻസർ ആണ് ഇതൊക്കെ പറഞ്ഞത്. 13th തന്നെ ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. 13th കേട്ടോ. 7.6, 9.3, 16.7, 6.4, 0.8, 6.3, 6.2, 8.7. Next 3631842, 880648, 1962155, 2356208, 1104558, 48801, 2597292, 302392, 467628, 1798313, 2047998, 2721402. Okay. കറക്റ്റ് ആണോ? ഇതിലൊക്കെ എനിക്ക് ഒരു നമ്പർ പോവും. മൾട്ടിപ്ലിക്കേഷന്റെ ആ മൾട്ടിപ്ലിക്കേഷൻ എത്തുമ്പോ ഒരു നമ്പർ. അതില്ലേ വലിയ ക്വസ്റ്റ്യൻ അല്ലടാ. പക്ഷെ എക്സാമിന് വല്ല 4 ഡിജിറ്റ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇത്രയും പേരില്ല പക്ഷെ നിങ്ങളിത് പഠിച്ചെടുക്കുക, അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് കുറച്ചുകൂടെ ശരിയാവല്ലോ. ഇനി 12th ആൻസേഴ്സ് നോക്കാം നമുക്ക്. 7.6, 9.3,  കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡെസിമൽസ് എല്ലാം കറക്റ്റ് ആയിരുന്നോ? അതായത് പേജ് നമ്പർ 13 ഡെസിമൽ എല്ലാം കറക്റ്റ് ആയിരുന്നോ? ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാനേ ആൻസർ ചെയ്ത് ഡെസിമൽ 12th ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്നും നോക്കണേ നിങ്ങള്. ബിയും സിയും ആണ് ആൻസർ പറയുന്നത്. uh, 2748150, 959679, 590730, 3744966, 955535, 1214590, 2460302, 2374155, 2257270, 1766040, 694392,
3506050. നോക്കിയോ? കറക്റ്റാ? അല്ല, ഫുൾ തെറ്റാ? ഇത് തെറ്റല്ല. 5 എന്തോ ശരി. പോട്ടെ, ഈ ഒരു പേജും കൂടെ അങ്ങനെ അങ്ങോട്ട് വിടട്ടെ. അടുത്ത പേജ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു ഇനി നമ്പർ ഒന്ന് ഇനി ഒന്ന് ബി ബുക്ക് എടുത്ത് ചെയ്തേ. എ ബുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ബി ബുക്ക് എടുത്തിട്ട് അടുത്ത ഒരു പേജ് എവിടെ വരെയാണോ ബി ബുക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ നെക്സ്റ്റ് പേജ് എടുത്തിട്ട് ബി ബുക്ക് വർക്ക് ചെയ്യും. ടൈം വെക്കുന്നില്ല, ഒന്ന് റിലാക്സ് ചെയ്ത് നോക്ക്. കിട്ടുന്ന എത്ര ആൻസേഴ്സ് കറക്റ്റ് ആവുന്നു. മിസ് ആ, ഈ ബുക്കിൽ ചെയ്തു തീർത്തിയതിന്റെ അടുത്ത പേജ്, നെക്സ്റ്റ് പേജ്. മിസ്സേ, അതെ ഞാൻ മറ്റേ തുടക്കത്തിലൊന്നും ക്ലാസ്സിൽ കയറിയില്ലല്ലോ, അപ്പൊ കൊറേ പെയിന്റിങ് ഉണ്ട്. ഞാൻ ഫസ്റ്റത്തെ പേജിൽ സ്റ്റാർട്ടിങ് മുതൽ ചെയ്തോ? സ്റ്റാർട്ടിങ് മുതൽ ചെയ്തോ?
ഡേക്ക് ബി ബുക്കിൽ ചെയ്തത് വരെയുള്ള ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഫസ്റ്റ് മുതൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ നൈറ. സ്റ്റാർട്ടിങ് മുതലുള്ള കുറച്ച് പേജസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണേ. ലാസ്റ്റിലേക്കുള്ള ഈ വീക്ക് ചെയ്തതൊന്നും ചെയ്യണ്ട, അത് നമുക്ക് നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. മിസ്സേ ഞാൻ പേജ് നമ്പർ 11 12 ഇന്നലെ എടുത്തോണ്ട് അത് ചെയ്തായിരുന്നു. ആ പിന്നെ ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങളെ മീൻസ് ഇവരൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഇവരൊക്കെ പ്രസന്റ് ആയിരുന്നു. അതനുസരിച്ചിട്ട് നാളെ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നാളെ തരുന്ന വർക്ക് നെക്സ്റ്റ് മൺഡേയിലേക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. മൺഡേ നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇട്ടിട്ട് വെറുതെ ഇട്ട് പോകും. മൺഡേ അല്ലേ ചെക്ക് ചെയ്യണേ? അല്ല, നാളെ ചെക്ക് ചെയ്യും. ഈ വീക്കിലെ വർക്കാണ് അടുത്ത മൺഡേ തരുന്നത്. ഏത് പേജ് വരെ? ഏത് പേജ് വരെ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് വരെ? 10ാമത്തെ പേജ് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? അത്രയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എനിക്കറിയാം, അതുകൊണ്ടാ ചോദിച്ചാൽ കൂടി. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നു പറഞ്ഞത്.